ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് അങ്ങനെ എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. എനിക്ക് കോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് വേരിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് വൈക്കിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പറയുമ്പോൾ നല്ല വേരിയേഷൻസ് വരുന്ന സൗണ്ടിൽ ഒത്തിരി സൗണ്ടിൽ പറയാനും പറ്റണില്ല. അതുകൊണ്ടാട്ടോ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി റൂം ക്ലീനിങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും റമദാൻ വരുവാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇപ്പം ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കലെന്ന് പറയണത് ഓരോ റൂമായിട്ടാട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചങ്ങനെ ചെയ്യൽ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ഓരോ റൂമാകുമ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസി ഉണ്ടാവും. ഇതിപ്പം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റൂമിൽ തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അതും എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പം ഞാൻ മൊത്തത്തിൽ എല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്യണത്. അങ്ങനെ അല്ലാതെ നമുക്ക് ആ ഇരിക്കുന്ന ഒരു ഏരിയ മാത്രം ജസ്റ്റ് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഇരുന്ന ഐറ്റംസ് തിരിച്ച് അതിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്യണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നമ്മളെല്ലാം ഒന്നിച്ച് പുറത്തെടുത്തിട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ എന്തായാലും എല്ലാം മാറ്റിയിട്ട് ഒന്ന് ഒരു തുണിയൊന്ന് നന്നായി വെറ്റാക്കിയിട്ട് മൊത്തത്തിലൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നും നമ്മൾ ഡീക്ലട്ടർ ചെയ്യേണ്ടതൊക്കെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് മാറ്റിയെടുത്തിട്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ളത് മാറ്റിയെടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് കേട്ടോ. പിന്നെ ബുക്സൊക്കെ ആണെങ്കിലും ഇതുപോലെ കുറേയൊക്കെ എഴുതിയതും കംപ്ലീറ്റ് ആയതും ഇനിയിപ്പം എഴുതി തീരാത്ത ബുക്സ് അങ്ങനെ എല്ലാം ഒന്ന് മാറ്റി ഇപ്പോൾ സ്കൂൾ അടയ്ക്കാറൊക്കെ ആവുകയാണല്ലോ, എക്സാം ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ബുക്സൊക്കെ ബാക്കി വന്നിട്ടുണ്ട്, എഴുതാത്ത ബുക്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കും. പിന്നെ എഴുതി തീർന്ന ബുക്സ് ഉണ്ടല്ലോ, ഇപ്പം ഇതിനു മുമ്പ് വീട്ടിൽ എഴുതി പഠിച്ചതും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കും. അങ്ങനെയൊക്കെ കുറേ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ ഇവരുടെ കുറച്ച് പസിൽസ്, അതുപോലെ തന്നെ ഇതുപോലെ ഡോമിനോസ്, അതൊക്കെ ഇങ്ങനെ കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് ഇതുപോലെ ഒരു ചെറിയ പെട്ടിക്കകത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതുപോലത്തെ ബോക്സിലാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതിയല്ലോ. അങ്ങനെ കുറേ എണ്ണം ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് കേട്ടോ. ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കുറേ നാളുകളായിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അതായത് മൂത്ത മോൻ ഇപ്പം 6th പഠിക്കുന്നത്. അപ്പോൾ മോൻ്റെ ചെറുത് മുതലുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ കുറേ പൊട്ടിയതും കാര്യങ്ങളൊക്കെ അങ്ങനെ കളഞ്ഞ് ബാക്കി വന്നത്, അതായത് നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സ് പോലൊക്കെ എനിക്ക് തോന്നണു മൂത്ത ആൾക്ക് വാങ്ങിച്ച് തന്നെയാണ് ചെറിയ ആൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അതാകുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഇതുപോലെ ചാർട്ട് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മക്കളുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ളത് കൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അപ്പം അതൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടും കൂടെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇനി ബുക്സ് ഇതുപോലെ കുറച്ച് ആവശ്യമില്ലാത്തതൊക്കെ മാറ്റണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുക്സുകളൊക്കെ കുട്ടികളുടെ എടുത്ത് വേണ്ടതും വേണ്ടാത്തതായിട്ട് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് വെറുതെ ഷെൽഫുകളിലൊക്കെ സ്പേസ് വെറുതെ പോകത്തതേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ ഫയലിലൊക്കെ കുറേ പേപ്പർ കാര്യങ്ങളൊക്കെ വെക്കില്ലേ, അതും ഞാനെടുത്ത് ആവശ്യമില്ലാത്തതും കുട്ടികൾ കുറേ വരച്ചിട്ട് അങ്ങനെ വേണ്ടാതെ വെക്കാം. കുറച്ച് ദിവസം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്കത് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റിക്കളയലൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കാണുന്നത് കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പോലെ തന്നെ മലയാളത്തിലെ അക്ഷരങ്ങളാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുത്താൽ. പിന്നെ ഇതുപോലെ ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ലൂഡോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഈ പറയുന്ന ഇത് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ, മറ്റെന്താണ് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഐറ്റംസ് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതും പിന്നെ കുറേ ടോയ്സ് എന്തൊക്കെയാണ്, കുറേ മൃഗങ്ങളുടെയും അതും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണിച്ച ആ ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ വെച്ചേക്കുന്നത്, അത് നല്ല ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അതായത് ഷാർപ്പ് എഡ്ജ് കാര്യങ്ങളൊന്നുമില്ല. ഇത്തിരി ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്കിങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കയ്യിൽ അടുത്തിരുത്തി കാണിച്ചു കൊടുക്കാം. അപ്പോൾ അത് കളർഫുള്ളും കൂടെയാണല്ലോ. അപ്പോൾ അവരങ്ങനെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്കതങ്ങനെ ഷാർപ്പൊന്നും അല്ലാത്തതുകൊണ്ട് അവരുടെ മുഖത്തോ അതിനൊന്നും കൊള്ളുകയില്ല. സേഫായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഈ ഒരു അയൺമാൻ്റെ പസിൽ നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്താണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നേരം അവരെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി എല്ലാ സ്ഥലവും ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-3 തവണ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഒരു ക്ലോത്ത് വെറ്റാക്കി കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് നല്ല രീതിയിൽ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ എല്ലായിടത്തും എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം.
അതാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ഡയറീസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെ എഴുതുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പ്ലാനിങ് ഇനി നെക്സ്റ്റ് മന്തിൻ്റെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർച്ച് മന്തിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാനും ഒക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്തിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും റമദാനാണല്ലോ, നോമ്പിൻ്റെ മന്തും കൂടെയാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം നല്ല രീതിയിലൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ടൈമൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തോ. മീൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റമദാന് വേണ്ടിയിട്ട് റമദാൻ കലണ്ടർ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും റമദാനിൽ. കാരണം നമ്മുടെ മൊത്തത്തിലുള്ള സ്കെഡ്യൂൾ മൊത്തത്തിൽ മാറില്ലേ. ഇപ്പം കുട്ടികൾക്കാണെങ്കിലും എക്സാമും കൂടെ വരുവാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്തായാലും അത് അങ്ങനെ നമുക്ക് ടൈം പോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പിരിച്വൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു മന്തും കൂടിയാണ് കേട്ടോ. ബാക്കിയുള്ള സമയങ്ങളിൽ വേണ്ടാന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ റമദാനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ കൂടുതൽ ദുആകൾ, കൂടുതൽ നമസ്കാരങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ റമദാനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ പെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് എടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ പല ഹോൾഡറുകളിൽ ഇട്ട് വെക്കും, പെൻ ഹോൾഡറുകളിൽ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ മിക്സായി വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഇങ്ങനെ മാറ്റി കളയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെന്നൊക്കെ ഒന്ന് മാറ്റിക്കളയലാണ് കേട്ടോ, മഷിയൊക്കെ തീർന്നതൊക്കെ. ഇപ്പോൾ ഇതുണ്ടോ, ഞാനിവിടെ 2 പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പെൻ ഹോൾഡർ കണ്ടില്ലേ. ഇത് ഒത്തിരി വർഷങ്ങളായതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട്, ഒത്തിരി വർഷങ്ങളായിട്ടോ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാഗസിൻ്റെ പേപ്പറില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ പുറത്ത് വാർണിഷ് അങ്ങനെ കാര്യങ്ങളെന്തോ അടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് വെറുതെ നമ്മൾ റോൾ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തേക്കാണ്. പക്ഷേ ഈ വെച്ചേക്കുന്നുണ്ടല്ലോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ വാർണിഷൊക്കെ അടിച്ച് വെച്ചാൽ കുറേ നാളായിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ മാഗസിൻ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. എപ്പോഴേലും ഏതെങ്കിലും വീഡിയോയിൽ ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തും ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവരുടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കല കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വരുന്ന നമുക്ക് കട്ടറുകൾ കാര്യങ്ങൾ പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, ക്രയോൺസ്, പിന്നെ ഫെവിക്കോള്, അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൽ വേണ്ടാത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നല്ല രീതിയിൽ ആ ഒരു ഡെസ്ക്ടോപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ട്. കുറച്ച് DIYs ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ തുടങ്ങിയതായിരുന്നു കേട്ടോ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. രാവിലെ വെച്ചാൽ രാവിലെ ഒന്ന് ഫ്രഷായിട്ട് തുടങ്ങിയതായിരുന്നു. കുട്ടികൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോകും. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ക്ലീനിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ക്ലീനിങ് അല്ല അപ്പം ചെയ്തത്. ആ ഒരു സമയത്ത് എനിക്ക് നമ്മൾ ഈ ഒരു ഡെസ്കിൻ്റെ മേക്ക് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ഡെസ്ക്ടോപ്പ് ഓർഗനൈസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള DIYs ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് രാവിലെ കുറച്ച് സമയം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് കയറിയത് കേട്ടോ. അപ്പം ആ ഒരു സമയം മക്കൾ തിരിച്ചെത്തി കേട്ടോ. അപ്പം ഞാനിപ്പം ലഞ്ച് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫിഷൊക്കെ മസാലയൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏത്തപ്പഴം ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കായിട്ട് ഇതുപോലെ നമ്മുടെ ചെറുപയറും മത്തങ്ങയും കൂടി ഇങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മത്തങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മത്തങ്ങ കൊണ്ടുവന്ന ആളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ എടുത്തൊരു ക്ലിപ്പിങ്സ് ആട്ടോ ഇതിൽ ആഡാക്കിയേക്കുന്നത്. ഇതിപ്പോൾ ആളുടെ മോളാണ്. അപ്പം മോളിവിടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്സ് എടുത്താണ്. അടുപ്പിച്ച് വെക്കണം. അത്ര എടുത്തല്ല, ആദ്യം വെച്ചില്ലേ, ഇത്ര ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടുമ്പോൾ വീഴത്തില്ലോഞ്ഞു. അടുപ്പിച്ച് നേരെ വെക്കണം. ഇച്ചിരി കൂടെ അത്ര അടുപ്പിക്കില്ല, കുഞ്ഞ് ആട്ടിത്തരാം. അതായത് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ സെറ്റാണോ?
ആ സ്കൂളിൽ പഠിപ്പിച്ച പാട്ട് തന്നെ പാടിക്കോ. പാടാത്ത വീഡിയോ എടുക്കണോണ്ടാ പാടാത്ത? എന്നാ വീഡിയോ എടുക്കാനുള്ള പാടുവോ? പാടടാ, കൂറ്റില്ല. ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അതിനെ കുടംപുളിയല്ലേ ഞാൻ ഈ സൗണ്ടൊക്കെ ഇടൂട്ടോ. ഞാൻ നിന്നെ പിടിയിട്ട് കുടംപുളിയാ. ആ ഇത് എവിടുത്തെ കുടംപുളിയാ? അവിടെ കല്ലുവെട്ടിലാണോ? അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അയ്യോ എൻ്റെ അവിടെയാണ് നിന്നെ എടുക്കണ്ട കേട്ടോ. എന്നെ എടുക്കണ്ട്. അതെന്താ ചാടണം? ചക്കക്കുരു, അതെന്നതാ? മറ്റേ സംഭവം വാൽനട്ട്. ചക്കക്കുരു ഒത്തിരി ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രഷ്. നിങ്ങൾ വരാൻ നേരം പൊടിപ്പിടിച്ചാ ഇത് അയ്യോ മാങ്ങ കാണണ്ട, മാങ്ങ ഉണക്ക മാങ്ങ. അത് കുഴപ്പമൊന്നുമില്ല, വെച്ചോളക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ പറിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണങ്ങി കിടക്കണ്ടോ. ആ ഇതെല്ലാം മാങ്ങ നമ്മുടെ ഉമ്മ കാന്താരി മുളച്ച് വരുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ നോക്കാം മത്തങ്ങ ഇത് കുറച്ച് കാന്താരി ഇരിക്കുന്നത്. അഴുക്കായി പോകില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. മുളക് എൻ്റെ കട്ട് ചെയ്ത് കളയണമെന്ന് തോന്നല്ലേ? അതൊരു മാതിരി. പിന്നെ അതെന്തുവാ വലിയ കുറി? ഓ മഞ്ഞപ്പൊടി, ഒരു വർഷത്തേക്കുള്ള മഞ്ഞപ്പൊടി ഉണ്ടല്ലോ. അത് നിങ്ങൾ എന്തായാലും പൊടിച്ച് പുറത്ത് വെച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെറുതെ കഥകളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ഓപ്പൺ ചെയ്യലായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ഒന്ന് എടുത്ത് വെക്കലായിരുന്നു. അപ്പോൾ സാധാരണ ഉമ്മ തന്നെയാണ് കേട്ടോ കുടംപുളിയൊക്കെ വാങ്ങിച്ച് തന്ന് വിടൽ. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഞാനങ്ങനെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കുട്ടികൾക്കൊക്കെ ഉള്ള ഫുഡ് എടുത്ത് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഓയിലിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറി ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, ഇപ്പോൾ എരിവുള്ള മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തേക്കണം. നോർമൽ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കരിഞ്ഞു പോകാതെ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പയറും അതുപോലെ തന്നെ മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യല്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമ്മളിങ്ങനെ ഒന്ന് പ്ലെയിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓയിലും കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. നല്ലതുമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്താണ് കറിയായിട്ട് വേണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കിത് കൂട്ടി അങ്ങോട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.